കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാമെന്നും അതിൻ്റെ ഒരു ഇലസ്ട്രേഷനുമാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം എന്ന് നോക്കാം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കണമെങ്കിൽ നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ് എന്താണ്? നമുക്ക് സെല്ലിംഗ് പ്രൈസ് സെയിൽസ് പ്രൊസീഡ്സിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ടാണ് നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. ഇനി മൈനസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ ഇൻഡെക്സ്ഡ് വാല്യൂ ആണ്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് വെച്ചാൽ നമുക്കൊരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തോരം രൂപ ചിലവാക്കി, അതിൻ്റെ ഇൻഡെക്സ്ഡ് വാല്യൂ എന്താണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അതേപോലെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, ഞാനിപ്പോൾ ഒരു ലാൻഡ് വാങ്ങി ഞാൻ അതിനകത്തേക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ മതിൽ കെട്ടുക, അങ്ങനെയുള്ളതൊക്കെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിലാണ് വരിക. അതിൻ്റെയും ഇൻഡെക്സ്ഡ് വാല്യൂ. ഇനി എന്താണ് ഇൻഡെക്സ്ഡ് വാല്യൂ? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്കുള്ള അസറ്റിൻ്റെ കാര്യത്തിലാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരിക. ഇൻഡെക്സേഷൻ എന്താണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. Indexation is the process of adjusting the cost of acquisition and improvement of an asset to reflect the impact of inflation. This is done using the cost of inflation index. ഇത്രയേ ഉള്ളൂ ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞാൽ. ആക്ച്വലി ഇപ്പോൾ ഞാനൊരു അസറ്റ് വാങ്ങിച്ചത് മേ ബി ഒരു 10 or 20 years മുന്നേ ആയിരിക്കും. അപ്പോൾ അതിന് 1,00,000 രൂപ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാൻ ആ അസറ്റ് തന്നെ വാങ്ങിക്കുവാണെങ്കിൽ മേ ബി അതിൻ്റെ പ്രൈസ് കൂടിയിട്ടുണ്ടാവും. കാരണം പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, പണ്ട് ഒരു രൂപയ്ക്ക് പോലും വളരെ വാല്യൂ ആയിരുന്നു. പണ്ട് സ്വർണ്ണമൊക്കെ 1000 രൂപയ്ക്ക് കിട്ടും, പവന് 1000 രൂപ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഓരോ ഇയർ കൂടുന്തോറും ഇൻഫ്ലേഷൻ കാരണം പൈസയുടെ മൂല്യം കുറയും. അപ്പോൾ പണ്ട് ഞാൻ വാങ്ങിച്ചപ്പോൾ 1,00,000 രൂപയായിരുന്നു വാല്യൂ. അപ്പോൾ ഇപ്പോൾ അതേ അസറ്റ് വാങ്ങിക്കുമായിരുന്നെങ്കിൽ എത്ര രൂപയായിരിക്കും അതിന് വാല്യൂ ഉണ്ടാവുക? അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ് അതിന് യൂസ് ചെയ്യുക. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുലയുണ്ട്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണോ ഇൻറ്റു CII ഓഫ് ദി ഇയർ ഓഫ് സെയിൽ ബൈ CII ഓഫ് ദി ഇയർ ഓഫ് അക്വിസിഷൻ. ഈ ഒരു ഫോർമുല നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ ഒരു ടേബിൾ നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഓരോ ഫിനാൻഷ്യൽ ഇയറും അതാത് ഇയറിൻ്റെ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സും. നമ്മളിതിനകത്ത് 2001ഉം 2ഉം പഠിക്കണം. 2001, 2002 അതിൻ്റെ ഇൻഡെക്സേഷൻ CII പഠിക്കണം. അതേപോലെ 2023, 24ൻ്റെയും ബൈ ഹാർട്ട് പഠിക്കണം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ചില ക്വസ്റ്റ്യൻസിൽ നമ്മുടെ ഈ പറഞ്ഞ ഇയേഴ്സിൻ്റെ തന്നിട്ടുണ്ടാവും. പക്ഷേ റിസ്ക് എടുക്കണ്ട, ജസ്റ്റ് ബൈ ഹാർട്ട് ദ ഫസ്റ്റ് വൺ ആൻഡ് ദ ലാസ്റ്റ് വൺ. ഇലസ്ട്രേഷൻ 2 നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് CII തന്നിട്ടുണ്ട് ഈ ഒരു കേസിൽ. ഇതിനകത്ത് 2 കേസുണ്ട്, കേസ് എയും കേസ് ബിയും. കേസ് എയിൽ നോക്കിയാൽ CII ഫോർ 2001-2 തന്നിട്ടുണ്ട് 100, 2023, 24ഉം തന്നിട്ടുണ്ട് 348. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സാമിന് ഈ 2 വാല്യൂവും പ്രൊവൈഡ് ചെയ്യില്ല. 2001, 2ഉം നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം, 2023, 24ഉം നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. വേറെ ഇയേഴ്സ് ആണെങ്കിൽ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ബാക്കി നോക്കാം. ലാൻഡ് പർച്ചേസ്ഡ് ഓൺ 1/11/2001. നമ്മൾ 1/11/2001 ലാൻഡ് പർച്ചേസ് ചെയ്യുന്നത്. അന്നതിന് 15 lakh rupees ആയിരുന്നു. ഇന്ന് അതിൻ്റെ വില എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇന്ന് ആണ് നമ്മൾ ആ ഒരു ലാൻഡ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുക്കേണ്ടി വന്നേനെ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി സെയിൽ ഓഫ് ലാൻഡ്, നമ്മൾ ലാൻഡ് വിറ്റത് 50 lakhsനാണ്. അത് 1/4/2024. ആദ്യം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിക്കുന്നതിനായിട്ട് ഒരു ഫോർമുല പറഞ്ഞിരുന്നു. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്ര രൂപയ്ക്കാണ് നമ്മളത് വാങ്ങിച്ചത്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമുക്ക് തന്നിട്ടുണ്ട് 15 lakh. അപ്പോൾ അത് ആദ്യം എഴുതാം.
എന്നിട്ട് ഇയർ ഓഫ് അക്വിസിഷൻ ഏത് വർഷമാണ്? 2001-2. അപ്പോൾ ആ ഇയറിലെ CII എത്രയാണ്? 100. അതേപോലെ CII ഓഫ് ദി ഇയർ ഓഫ് സെയിൽ വിറ്റതെന്നാ? 2023-24 നമ്മളത് വിറ്റത്. അപ്പോൾ ആ ഒരു ഇയറിലെ CII എന്ന് പറയുന്നത് 348. ഇനി അത് ജസ്റ്റ് നമ്മൾ ഈ ഒരു ഫോർമുലയ്ക്ക് കൊടുത്താൽ മതി. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ അവിടെ 15 lakh എഴുതാം. CII ഓഫ് ദി ഇയറിൻ്റെ അവിടെ 100, ഇയർ ഓഫ് സെയിലിൻ്റെ അവിടെ 348 എഴുതാം. CII ഓഫ് ദി ഇയർ ഓഫ് അക്വിസിഷൻ്റെ അവിടെ 100 എഴുതാം. ഇനി കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു CII ഓഫ് ദി ഇയർ ഓഫ് സെയിൽ ബൈ CII ഓഫ് ദി ഇയർ ഓഫ് അക്വിസിഷൻ. അത്രയും ചെയ്യുമ്പോൾ നമുക്ക് 52,20,000 കിട്ടും. അതാണ് നമ്മുടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യനും സെയിം ഇതുപോലെയാണ്. ജസ്റ്റ് നമ്മൾ ആ ഒരു ഫോർമുലയ്ക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇതിനകത്ത് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നത് 2006-07 ആ വർഷത്തെ കോസ്റ്റ് CII എന്ന് പറയുന്നത് 122. ഇനി ഗോൾഡ് വിൽക്കുന്നത് 7/7/2023 ഫോർ 6 lakh rupees. ഇതിനകത്ത് നമുക്കറിയാം കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു CII ഓഫ് ദി ഇയർ ഓഫ് സെയിലാണ് കേട്ടോ. അപ്പോൾ സെയിൽ എന്താണ്? 2023-24 ഇയറിലാണ് വരുന്നത്. അതുകൊണ്ട് 348 വേണം എടുക്കാൻ ബൈ 122. ഈ 122 എന്താ? CII ഓഫ് ദി ഇയർ ഓഫ് അക്വിസിഷൻ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കിട്ടും. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു.